എക്സ്ക്യൂസ് മീ ഗേൾ കാപ്രയുണ്ടോ? കാപ്രയോ? ആ കാപ്ര. ഏയ് അവന്റെ പേര് വേറെന്തോന്നില്ല. അയ്യോ നമുക്കറിയാൻ പാടില്ല. കാപ്ര എന്നാണ് ഞങ്ങൾ വിളിക്കണത്. പടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്. ഇത് പ്രയാഗൻ. ഇത് അവിടെ ഉണ്ട്. വണ്ടി കൊള്ളാം. ഇതിനകത്തെങ്കിലും ഞാൻ പണി പഠിക്കും. ഇതിന്റെ എഞ്ചിൻ എവിടെയാണെന്നാവോ? എന്ത് പതൊരു വണ്ടിയാണ്, കുറെ കുഴല് മാത്രമുള്ളല്ലോ. ശരിക്കും പേര് പ്രയാഗൻ എന്നാണല്ലേ? അല്ല ഡിക്കാപ്രിയോ. എന്താണ് സത്യം? മാൻ എക്സ്റ്റീരിയർ പോളിഷിംഗ് ചെയ്യണം. ഭയങ്കര ചൊറിച്ചിലടോ. ഇന്റീരിയറും ഒന്ന് ജെം ക്ലീൻ ചെയ്യേണ്ടി വരും. ഡോൺ ഇവിടത്തെ പണിയല്ലെന്നറിയാം. എന്നാലേ എഞ്ചിൻ ഒന്ന് ട്യൂൺ ചെയ്തേര്. പിന്നെ ബ്രേക്ക് ഇടുമ്പില്ലേ കീ കീ സൗണ്ട് ഉണ്ട്. ഒന്ന് ടേക്ക് ചെയ്തേരട്ടാ. കീന്നല്ലേ അത്? നമ്മുടെ മറ്റേ ഓയിൽ മാറാറുണ്ട്. അതാണ് മറ്റേ ബടി ബടിയുടെ മറ്റേ ബടി ഉണ്ടല്ല, ആളെ വർക്കൊന്ന് നൈസായിരുന്നിട്ടാ. ടോമിന്ന് ലീവാ. ബൈസെപ്സ് പൊളിയാണ് കേട്ടാ. ഏത് ജിമ്മിലാ പോകുന്നത്? വീടിന്റെ അടുത്താ. ഓ, നമ്മുടേത് കുറച്ച് ദൂരെയാണ്. ഷോൾഡർ പോരാ, നമ്മൾ ചെസ്റ്റും ബാക്കും വിങ്സും ഒരുമിച്ചടിച്ചാലേ നമുക്ക് 6 പാക്ക് വരും. വേണമെങ്കിൽ തൊട്ട് നോക്കിയോ? ഓ വേണ്ട. ഹലോ, ഇയാളെന്തോന്നും മഴ കണ്ടിട്ടില്ലേ? സൈക്കിളിന്റെ ചെയിൻ പൊട്ടിയതാ. ഓ ഇപ്പൊ ശരിയാക്കി തരാം. എന്ത് സാരില്ല ജെറി, പപ്പ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇട്ട് തന്നോളൂ. എന്നാൽ എനിക്ക് അറിയാവുന്നായിരുന്നു. പോലെ ഞാൻ സ്പാൻ എടുത്തോണ്ട് വരാം. ഇപ്പൊ ശരിയാക്കി തരാം.
ചോദിച്ചു. ജെറി ശരിയാക്കി തരാന്ന് പറഞ്ഞ സ്പാനർ എടുക്കാൻ പോയതാ. അവന്റെ നിക്കറിന്റെ സിപ്പ് ഇപ്പോഴും അപ്പനായിട്ട് കൊടുക്കണം. ആഹാ, ആ ടൂൾ ബോക്സ് കട എങ്ങോട്ടാ? എടുത്തോണ്ട് വെക്കടാ. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ. മാസിലും വിരിപ്പിലും നടക്കുന്നുണ്ടല്ലേ വൃത്തികെട്ട. ജെറിയുടെ ചേട്ടന് എന്താ മസില്? പോട്ടെ, അതൊക്കെ പ്രോട്ടീൻ പൗഡറാ. സൽമാൻ ഖാനാന്ന് വിചാരം. ആ എത്തിയോ? ഇത് കണ്ടില്ലേ? ഇത് എന്താ ഇത് ഇങ്ങനെ? ദാ, ഇത് കൊണ്ടുപോയി എവിടെങ്ങാനും വെച്ചേ. ഇല്ല. അതെന്താ? ഈ ചേട്ടന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ കളിയാക്കി. ആണോടാ? എന്ത് കളിയാക്കി? ജിപ്പി കുടുങ്ങിയ കാര്യം പറഞ്ഞു. ആഹാ, അത് നടന്ന കാര്യല്ലേ മോനെ? അതുകൊണ്ട് അതിനർത്ഥം പറയുന്നുണ്ടോ? ചക്ക, നിന്റെ സിപ്പി കുണിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. അടുത്തോണ്ട് പറയട്ടാ. ദേ, അടങ്ങിയിരിക്കുന്നുണ്ടോ രണ്ടുപേരും? അപ്പനവിടെ ഓ ദേ അവിടെ ജിമ്മി പെരുപ്പിച്ചോണ്ടിരിക്കുവാ. ഞാൻ അപ്പനോട് പറയും. ഇന്ന് ഞാൻ ശരി. അപ്പോയി പ്രായം നോക്കി വേണം വർക്കൗട്ട് ചെയ്യാൻ. ഇവിടെ കുഴഞ്ഞു വീണ ആരും ഉണ്ടാവില്ല തൂക്കി കൊണ്ടുപോകാൻ. ഇത് നിന്നെ പോലെ പ്രോട്ടീൻ പൊടി കൊണ്ട് ഉരുട്ടിയെടുത്തതല്ല. ഓ, നാച്ചുറൽ ആ മോനെ, നാച്ചുറൽ. നിന്റെ പ്രായത്തിലേ ഞാൻ പഞ്ചഗുസ്തി ചാമ്പ്യനാ. ഇപ്പൊ പിടിച്ചാലും പുട്ടുപോലെ നിന്നെ അടിക്കും. നോക്കുന്നോ? വേണ്ട എന്റെ പൊന്നോ, ഞാൻ ഇല്ലേ. ഓൾ ദി ബെസ്റ്റ്. ഈടാ അപ്പനോട് കൂട്ടാൻ ചങ്കുറപ്പില്ല, അത് പറ. അല്ല ഇതെന്താ രണ്ടു നേരം വർക്കൗട്ടൊക്കെ? പഴയതുപോലെ സ്റ്റാമിന ഇല്ലടാ, സ്റ്റാമിന കൂട്ടണം. അപ്പാ സ്റ്റാമിന കൂട്ടിക്കോ, പക്ഷെ ആളുടെ എണ്ണം കൂട്ടരുത് വീട്ടിൽ. ഓക്കെ ഓക്കെ. അപ്പ അപ്പന്റെ സ്റ്റാമിന കൂടിയ വീട്ടിലെ ആൾക്കാർ എണ്ണ എങ്ങനെ കൂടാ അപ്പ? അവള് വേണ്ട, ഇവിടെ വേണ്ട, ഈ കാണുന്ന പെമ്പിളൊന്നും വേണ്ട, അവ വേണ്ട, തോർത്ത് വേണ്ട, ഈ നാട്ടിലെ ജീവിതമൊക്കെ വേണ്ട, സ്കൂളിൽ പോകണ്ട, സ്റ്റഡി വേണ്ട, നമുക്ക് അങ്ങനത്തെ സീനൊന്നും വേണ്ട. ജെറി, നീ ഇതുവരെ റെഡി ആയില്ലേ? സ്കൂളിൽ പോകാൻ ടൈമായി മോനെ. അതാ വന്നു. എടാ ടോം, ടോം. എന്താ? എടാ ആ സ്പാനറോ പ്ലെയറോ ആ ടൂൾ ബോക്സ് എവിടെ ഇരിക്കുന്നേ? അതവിടെ ഉണ്ട്. എന്താ? കുടുങ്ങി. കുടുങ്ങി? അയ്യേ, കരയാതെ മോനെ, ഒന്നുമില്ലെന്ന്. ഇതിപ്പോ ശരിയാക്കി. ഇത് മതിയോ? ഇത് പറിച്ചെടുക്കാനല്ല, സിബ് അഴിക്കാനാ. മോനെ, അമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ ഷഡ്ഡി ഇടണോ ഷഡ്ഡി ഇടണോന്ന്. ഇപ്പൊ ശരിയാക്കി തരാം. റിലാക്സ് റിലാക്സ് റിലാക്സ്. ജോലി വരുന്നുണ്ടോ? ഏയ്, ശകലം ബോറിട്ടാ പോരെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എടുക്കാൻ നോക്കട്ടെ, അമ്മ നോക്കട്ടെ മോനെ. വേദന ഉണ്ടോടാ? നല്ല വേദന ഉണ്ടോ? ഓടെ അവിടുന്ന്. അങ്കിൾ ചെറി വരുന്നില്ലേ? അവനിപ്പോ വരും, റെഡിയാക്കൊണ്ടിരിക്കുക. വിഭാ, അമ്മേ, നിന്നോടല്ലേ പറഞ്ഞ പോവാൻ? ഓക്കെ. ഇല്ല കേട്ടോ, ചേട്ടൻ പറയത്തില്ല കേട്ടോ. വിഭാ, പുറത്ത് പറയാൻ പറ്റുന്ന ചില കാരണങ്ങളാൽ ജെറി അല്പം ലേറ്റ് ആവും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ശകുന മടക്കി ഒലിപ്പിക്കുന്നുണ്ടല്ലേ? എന്ത് പറ്റി ജെറി? എവിടെ പറ്റി? വിഭാ, അവനോടൊന്നും ചോദിക്കരുതേ പ്ലീസ്. വിഭാ, അവന്റെ മടിയിൽ ആരും ഇരിക്കാതെ ശ്രദ്ധിക്കണേ പ്ലീസ്. ഓ അപ്പൊ ഇന്ന് സിബ് കുടുങ്ങിയില്ലേ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ. വേഗം റെഡിയാക്കാൻ നോക്കടാ, എന്നെ കട ഒന്ന് പറഞ്ഞു.